വൈകുന്നേരം ചൂട് ചായക്കൊപ്പം അറുമുറ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നാറുണ്ടോ? എങ്കിൽ പിന്നെ ഇത് കണ്ടു നോക്കൂ. ഒരേ ഒരു മാവ് കൊണ്ട് നല്ല രണ്ട് സൂപ്പർ ഐറ്റംസ് ഉണ്ടാക്കിയാലോ. നാടൻ ഉള്ളിവടയും ക്രിസ്പി ഒനിയൻ റിങ്സും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഉള്ളിവടയും ഒനിയൻ റിങ്സും ഉണ്ടാക്കാൻ നമ്മൾ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഉണ്ടാക്കാൻ കാരണം ഒനിയൻ റിങ്സ് മാത്രം ഉണ്ടാക്കിയാൽ ബാക്കി ഉള്ളി വേസ്റ്റ് ആകും. അതുകൊണ്ട് ആ ഉള്ളി വെച്ചിട്ട് നമുക്ക് ഒരു ഉള്ളിവട കൂടി ഉണ്ടാക്കിയെടുക്കാം. വളരെ ചെറിയ ചിലവിൽ രണ്ട് നല്ല സൂപ്പർ കടികൾ ഉണ്ടാക്കാം. കൂടെ നല്ല കടുപ്പത്തിൽ പാലൊഴിച്ച ചായ കൂടിയായാലോ, സൂപ്പറായിരിക്കില്ലേ? ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഉള്ളി നല്ലവണ്ണം റൗണ്ടായി കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തെടുത്ത നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന ഭാഗം നമുക്ക് ഒനിയൻ റിങ്സ് ഉണ്ടാക്കാം. ബാക്കി വരുന്ന ഭാഗം നല്ലവണ്ണം നീളത്തിൽ അരിഞ്ഞിട്ടോ അല്ല പൊടിയായി അരിഞ്ഞിട്ടോ ഉള്ളിവടക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ റിങ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല റൗണ്ടിൽ തന്നെ പൊട്ടിപ്പോകാതെ ഒനിയൻ കിട്ടണം. അങ്ങനെ ഉള്ളിവടക്കും റിങ്സിനും എല്ലാമുള്ള ഉള്ളിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ ഉള്ളിവടക്കുള്ള മാവ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായി 4 ചെറിയ പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിവടക്ക് നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. വെറും പച്ചമുളക്, കരിവേപ്പില, മല്ലിയില, കൂടുതൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇത് തന്നെ ധാരാളം മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കടലമാവാണ് എടുത്തിട്ടുള്ളത്. മൈദ ചേർത്താലും മതി, പക്ഷെ കടലമാവായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളിവടക്ക്. ഉള്ളിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് കടലമാവാണ്. അത് നമുക്ക് കൃത്യമായി അളവ് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ കൂടുതൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഒരേ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഉള്ളിയുടെ വെള്ളം തന്നെ മതിയാകും. എന്നാൽ കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ ഒരേ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവ് നമ്മൾ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ചേർത്തത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. എല്ലാം കൂടി നല്ലവണ്ണം കുഴച്ചെടുക്കണേ. അധികം ലൂസായി പോകാതെ നോക്കണം. വടയുടെ മാവൊക്കെ നല്ലവണ്ണം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒനിയൻ റിങ്സിൻ്റെ മാവ് കൂടി നമുക്ക് ശരിയാക്കിയെടുക്കാം. അതിനായി ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 2-3 ടേബിൾ സ്പൂൺ കടലമാവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒനിയൻ റിങ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവൊന്ന് അധികം ലൂസാകാതെ ഒട്ടിപ്പിടിക്കണം. എന്നാലേ നമ്മൾ ഒനിയൻ റിങ്സിൽ മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കൂ. അല്ലെങ്കിൽ മസാലയൊക്കെ ഊരിപ്പോകും. കണ്ടോ, ഇതേ കട്ടിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഇതും നല്ലവണ്ണം മസാല പുരട്ടി വെക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി വരട്ടെ. എണ്ണ നല്ലവണ്ണം ചൂടാകണേ, എന്നാലേ ഇത് നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കണേ. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ നമ്മൾ 2 മസാലയും ഒക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ ഉണ്ടാക്കിയ സ്ഥലമൊക്കെ ഇതാ ഇങ്ങനെ വൃത്തികേടായിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും നമുക്കതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഉള്ളിവട എന്തായാലും നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഒനിയൻ റിങ്സ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി പാലില്ലെങ്കിൽ ചൂട് കട്ടൻ ചായയും ഒനിയൻ റിങ്സും ഈ ഉള്ളിവടയും എല്ലാം കൂടി ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. കൂടെ ഒരു നല്ല മഴ കൂടി ഉണ്ടായിരുന്നെങ്കിലോ, സൂപ്പറായിരിക്കില്ലേ? ഒനിയൻ റിങ്സാണ് നമ്മൾ ഫസ്റ്റ് ചുട്ടെടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് മുരിഞ്ഞും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇത് ചൂടോടെ തന്നെ കഴിക്കണേ. ഇത് വറുത്ത് കോരുന്തോറും കുട്ടികൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള റെസിപ്പികളെ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് ഇത്. കണ്ടോ, വറുത്ത് കോരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിവട ചുട്ടെടുക്കാം. ഇതിന് ഉള്ളിവടയോ പക്കുവടയോ എന്ത് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് അളവിൽ മാവും മസാലയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ.
ഇതൊക്കെ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു ചായക്കടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ചെറിയ ചിലവിലുള്ള കുറേ റെസിപ്പികൾ നമ്മളുടെ കയ്യിലുണ്ട്. വടയും റിങ്സും ഒക്കെ ചുടുന്തോറും പ്ലേറ്റും കാലിയായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടായിക്കോളൂ. ബാക്കി എന്തായാലും വരില്ല. നമ്മളിത് കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് 3 ഉള്ളി എടുത്തത്. ഇനി നിങ്ങൾക്ക് ഉള്ളിവട വേണ്ടെങ്കിൽ ഉള്ളി റിങ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ വേറെ തന്നെ ടേസ്റ്റാണ്. അതിൻ്റെ മസാലക്കൂട്ടും വേറെയാണ്. ഒനിയൻ റിങ്സിൻ്റെ മസാലക്കൂട്ടിൽ നമ്മൾ പെപ്പർ പൗഡറും നല്ല ജീരകപ്പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. രണ്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ വീണ്ടും വരുന്നത് വരെ തൽക്കാലം പോന്നു. ടാറ്റാ, ബൈ ബൈ.